ഇന്നൊരു ഫ്രൂട്ട്സ് പരിചയപ്പെടുത്താൻ കണ്ടത്. ഇതാണ് ലിച്ചി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ മുമ്പ് ഇത് മേടിക്കാൻ പോലും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ചില ഹൈപ്പർ മാർക്കറ്റുകളിലും പിന്നെ ചിലയിടത്തൊക്കെ കിട്ടാറുണ്ട് മേടിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ റംബൂട്ടാനില്ലേ, റംബൂട്ടാൻ്റെ ഏകദേശം ഒരു അതേ ഫാമിലിയിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ പുറത്താണെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളു പോലെ ഇങ്ങനെ ഇരിക്കും. റംബൂട്ടാനാണെങ്കിൽ ഇങ്ങനെ നാര് പോലെ മുടി പോലെയല്ലേ വരുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം റംബൂട്ടാൻ പോലെ തന്നെയാണ്. ഇതാണെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ പൊളിച്ചിട്ട് എടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ്, നല്ല ഫ്ലഷാണ് കേട്ടോ. ഈ ലിച്ചി കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും ഇപ്പോൾ ഏകദേശം പേരും ലിച്ചി ഫ്ലേവേഡ് ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടാവും. മുമ്പാണെങ്കിൽ മാംഗോ ജ്യൂസും ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ലിച്ചിയുടെ കൂൾ ഡ്രിങ്ക്സൊക്കെ വരുന്നുണ്ട്, മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ അതിൽ കഴിച്ചിട്ടുണ്ടോ? കണ്ടോ, ഇത് നല്ല ഫ്ലഷിയാണ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നോക്കിയേ, ഒന്ന് കഴിച്ച് കാണിച്ചുതരാം. കണ്ടോ കണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ, നല്ല കട്ടിയുണ്ട്, നല്ല ഫ്ലഷിയാണ്, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ട് വന്ന വഴിക്ക് കണ്ടിട്ട് അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ മേടിച്ചതാണ്. ഇത് വർഷത്തിൽ ഒരു 2.5-3 മാസം മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് മെയ് പകുതിക്ക് ശേഷം കിട്ടിത്തുടങ്ങും. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിന് മുമ്പ് തന്നെ തീരും. പിന്നെ ചിലപ്പോൾ ഓഗസ്റ്റിൽ കുറച്ച് ദിവസമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വലിയ മരമാണ്, വലിയ മരമായിട്ട് ഈ നമ്മൾ ഏപ്രിൽ മാസമൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ലിച്ചി ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്ന സമയമാണ്. ഏപ്രിൽ ലാസ്റ്റ് മെയ് ഒക്കെ ആകുമ്പോൾ ഈ പഴുത്ത് തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ലിച്ചി മരം ഫുള്ളായിട്ട് ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കുക, കാണാൻ നല്ല രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ UP ആയിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിച്ചി, നല്ല സൂപ്പർ. കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിച്ചു. അല്പം വില കൂടുതലാണ്. ജൂൺ ജൂലൈ മാസത്തിൽ അല്പം വില കുറയുമെങ്കിലും ആദ്യം കുറച്ച് വില കൂടുതലായിരിക്കും. കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഇതോ അവൻ അയ്യോ ആ